രാജാവിന്റെ സദസ്സിൽ വളരെ പഴയതും രഹസ്യവുമായ ഒരു പാരമ്പര്യമുണ്ട്. അത് ഞങ്ങളെപ്പോലെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ചുപേർക്ക് മാത്രമേ അറിയൂ. ആ പാരമ്പര്യം എന്തെന്നാൽ, വളരെ ധീരനും വിശ്വസ്തനുമായ ഒരാൾ രാജാവ് സിംഹാസനത്തിലിരുന്ന ഉടനെ അദ്ദേഹത്തെ ചെറുതായി ഒന്ന് തല്ലുന്നത്, സദസ്സിലെ നടപടികൾ ഔദ്യോഗികമായി ആരംഭിക്കുക എന്നതാണ്. ഈ തല്ല് യഥാർത്ഥത്തിൽ ദുഷ്ടശക്തികളെയും ആപത്തുകളെയും അകറ്റുന്നതിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. നിഷ്കളങ്കനും ലോകത്തിന്റെ ഈ ഗൂഢമായ തന്ത്രങ്ങളെയും ഗൂഢാലോചനകളെയും കുറിച്ച് ഒട്ടും അറിയാത്തവനായ ആ ഭ്രാന്തനായ പ്രതാപ് ഉടൻ തന്നെ പൂർണ്ണ ആവേശത്തോടെ പറഞ്ഞു, അയ്യോ, ഇതൊരു വലിയ കാര്യമൊന്നുമല്ലല്ലോ. ഇതിനെന്ത് ധൈര്യം വേണം? രാജാവിനെ സന്തോഷിപ്പിക്കാനാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ ചവിട്ടാനും തയ്യാറാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് നല്ലത് വരുമെങ്കിൽ. സഭാവാസികൾ തങ്ങളുടെ ചിരി അടക്കി പിടിക്കാൻ പാടുപെട്ടുകൊണ്ട് അവനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തു. അവർ പറയാൻ തുടങ്ങി, കൊള്ളാം കൊള്ളാം, അങ്ങ് തീർച്ചയായും വളരെ ധീരനും സ്വാമി ഭക്തനുമാണ്. നാളെ മഹാരാജാവ് തന്റെ സിംഹാസനത്തിൽ വന്നിരിക്കുമ്പോൾ അങ്ങ് ഒരു മടിയും കൂടാതെ മുന്നോട്ട് ചെന്ന് അദ്ദേഹത്തിന്റെ കഴുത്തിൽ സ്നേഹത്തോടെ ശക്തിയായി ഒരു അടി കൊടുക്കണം. നോക്കിക്കോ, മഹാരാജാവ് അത്രയധികം സന്തോഷിക്കും. അദ്ദേഹം അങ്ങേക്ക് ധാരാളം സ്വർണ്ണ നാണയങ്ങളും വിലയേറിയ സമ്മാനങ്ങളും നൽകും. ഒരുപക്ഷെ ഇതിലും ഉയർന്ന പദവി നൽകിയെന്നും വരാം. ആ നിഷ്കളങ്കനായ പ്രതാപ് തന്ത്രശാലികളായ ആ സഭാവാസികളുടെ കുടില തന്ത്രങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ അവരുടെ കെണിയിൽ പൂർണ്ണമായും വീണുപോയി. അവൻ വളരെ നിഷ്കളങ്കതയോടെയും ആവേശത്തോടെയും സമ്മതിച്ചു, ശരി, ഞാൻ നാളെ അതുപോലെ ചെയ്യാം. അടുത്ത ദിവസം ജാംസേൻ രാജാവ് തന്റെ ഗംഭീരമായ സദസ്സിൽ പ്രവേശിച്ച് തന്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ തുടങ്ങുമ്പോൾ ആ മനുഷ്യൻ പ്രതാപ് നിശബ്ദനായി പതുങ്ങിയ കാൽവെപ്പുകളോടെ അദ്ദേഹത്തിന്റെ പിന്നിലൂടെ മുന്നോട്ട് വന്ന് ഒന്നും ആലോചിക്കാതെ രാജാവിന്റെ കഴുത്തിൽ ആഞ്ഞൊരടി കൊടുത്തു. അടി അത്ര ശക്തവും അപ്രതീക്ഷിതവുമായിരുന്നു. ജാംസേൻ രാജാവിന്റെ ഭാരമേറിയ രത്നങ്ങൾ പതിച്ച കിരീടം വായുവിൽ ഉയർന്ന് താഴെ വീണ് ഉരുണ്ടുപോയി. കിരീടം താഴെ വീണ ഉടൻ കിരീടത്തിനടിയിൽ രാജാവിന്റെ മുടിയിൽ ഒളിച്ചിരുന്ന അതീവ വിഷമുള്ള ഒരു കറുത്ത തേൾ പുറത്തേക്കോടി. ആ തേൾ ഒരു പക്ഷേ രാത്രിയിൽ എങ്ങനെയോ കിരീടത്തിനുള്ളിൽ കയറിയതാവാം. രാജാവിന്റെ തലയിൽ കിരീടം വെച്ചാലുടൻ അദ്ദേഹത്തെ കൊത്താൻ തയ്യാറെടുക്കുകയായിരുന്നു. രാജാവിന് ഉടൻ തന്നെ സാഹചര്യം മുഴുവൻ മനസ്സിലായി. ഈ കിരീടം തന്റെ തലയിൽ ശരിക്കിരുന്നില്ലെങ്കിൽ ആ മാരകമായ തേൾ തീർച്ചയായും തന്നെ കൊത്തുമായിരുന്നു. ഒരുപക്ഷെ ആ ദിവസം തന്റെ ജീവിതത്തിലെ അവസാന ദിവസമാകുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഹൃദയം പ്രതാപിനോടുള്ള അളവറ്റ നന്ദി കൊണ്ടും സ്നേഹം കൊണ്ടും നിറഞ്ഞു. അദ്ദേഹം ഉടൻ തന്നെ ഭ്രാന്തൻ എന്ന് കരുതപ്പെട്ടിരുന്ന പ്രതാപിനെ തന്റെ നെഞ്ചോട് ചേർത്തണച്ച് ഉയർന്ന വികാരാധീനമായ സ്വരത്തിൽ സദസ്സിൽ മുഴുവൻ പ്രഖ്യാപിച്ചു, എന്റെ പ്രിയപ്പെട്ട സഭാവാസികളെ, ശ്രദ്ധിച്ചു കേൾക്കുക. ഈ ഒരാൾ മാത്രമാണ് എന്നെ യഥാർത്ഥത്തിൽ നിസ്വാർത്ഥമായി സ്നേഹിക്കുന്നതും എന്റെ സുരക്ഷയിൽ ഇത്രയധികം ശ്രദ്ധാലുവായിരിക്കുന്നതും. ഇന്നവൻ എന്നെ ഈ അടി അടിച്ചിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ നിങ്ങളുടെ മുന്നിൽ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല. ഇവനാണ് ഇന്ന് എന്റെ ജീവൻ രക്ഷിച്ചത്. രാജാവ് അവന്റെ ഈ ധീരപ്രവൃത്തിയുടെയും വിശ്വസ്തതയുടെയും ബഹുമാനാർത്ഥം ഒരു വലിയ വിരുന്നൊരുക്കുകയും അവന് സമ്മാനമായി മനോഹരമായ ഒരു കൊട്ടാരവും ധാരാളം സ്വർണ്ണ നാണയങ്ങളും നൽകി. ഇപ്പോൾ അവൻ നഗരത്തിൽ ഭ്രാന്തനായിരുന്നില്ല, മറിച്ച് രാജ്യം മുഴുവൻ ഏറ്റവും ആദരണീയനും ബുദ്ധിമാനും രാജാവിന്റെ പ്രിയപ്പെട്ടവനുമായി അറിയപ്പെടാൻ തുടങ്ങി. രാജാവിനെ രക്ഷിക്കാൻ ദൈവം തന്നെ ഈ പ്രത്യേക അവസരം നൽകിയതുപോലെ അവിടെ അവനോട് ഇതിനകം അസൂയപ്പെട്ടിരുന്നവരും അവനെ താഴ്ത്തിക്കെട്ടാൻ ആഗ്രഹിച്ചിരുന്നവരുമായ ആ ഗൂഢാലോചനക്കാരായ സഭാവാസികൾ ഈ സംഭവത്തിന് ശേഷം കൂടുതൽ അസ്വസ്ഥരും നിരാശരുമായി. അവരുടെ തന്ത്രം തിരിച്ചടിച്ചിരുന്നു. ഈ വ്യക്തി തന്റെ വിഡ്ഢിത്തം നിറഞ്ഞ പ്രവർത്തികളിലൂടെ രാജാവിന് കൂടുതൽ പ്രിയപ്പെട്ടവനായി മാറുമോ എന്നും ഓരോരുത്തരെയായി സദസ്സിൽ നിന്ന് പുറത്താക്കുമോ എന്നും അവർ ഭയപ്പെടാൻ തുടങ്ങി. അവർ പരസ്പരം പിറുവിറുത്തു. ഇതൊരു വലിയ അബദ്ധമായി അവൻ അപമാനിക്കപ്പെടണമെന്ന് നമ്മൾ കരുതി, എന്നാൽ അവൻ കൂടുതൽ ആദരിക്കപ്പെട്ടു. നമ്മൾ ഉടൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ താമസിയാതെ ഈ സദസ്സിലും ഈ രാജ്യത്തിലും നമുക്ക് ഒരു സ്ഥാനവും വിലയും ഉണ്ടാവില്ല. മറുവശത്ത് രാജാവ് നൽകിയ പുതിയ ആഡംബരപൂർണമായ കൊട്ടാരത്തിൽ സുഖസൗകര്യങ്ങളോടെ ജീവിക്കുകയായിരുന്ന ആ നിഷ്കളങ്കനായ പ്രതാപ് മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ആഹാ, ഈ സഭാവാസികൾ എത്ര നല്ലവരും ശുഭകാംക്ഷകളും ബുദ്ധിമാന്മാരുമാണെന്ന് നോക്കൂ. അവരെനിക്ക് എത്ര നല്ല ഉപദേശമാണ് തന്നത്. അതുകൊണ്ട് എന്റെ ഭാഗ്യം തന്നെ മാറി മറിഞ്ഞു. രാജാവും എന്നിൽ എത്ര സന്തുഷ്ടനാണ്. ഇനി ഈ സഭാവാസികൾ പറയുന്നത് എന്തോ അതുതന്നെയായിരിക്കും എനിക്ക് ഏറ്റവും ശരിയും പ്രയോജനകരവും എന്ന് എനിക്ക് ഉറപ്പായി. ഞാൻ അവരുടെ എല്ലാ വാക്കും അനുസരിക്കണം. തങ്ങളുടെ കഴിഞ്ഞ പരാജയത്തിൽ രോഷാകുലനായ ആ കുടിലരായ സഭാവാസികൾ ഒരിക്കൽ കൂടി രഹസ്യമായി ഗൂഢാലോചന നടത്തി അവന്റെ പുതിയ കൊട്ടാരത്തിലെത്തി.
അവരുടെ ഹൃദയത്തിൽ അസൂയയുടെയും കോപത്തിന്റെയും അഗ്നി ജ്വലിക്കുകയായിരുന്നു. എന്നാൽ അവരുടെ മുഖത്ത് കപടമായ മുഖസ്തുതി നിറഞ്ഞിരുന്ന പുഞ്ചിരി ഉണ്ടായിരുന്നു. ഒരു തന്ത്രശാലിയായ സഭാവാസി വളരെ സൗമ്യതയോടെയും അടുപ്പം നടിച്ചുകൊണ്ടും പറഞ്ഞു, സഹോദര, ഇന്നലത്തെ ഞങ്ങളുടെ തന്ത്രം എങ്ങനെയുണ്ടായിരുന്നു? കണ്ടില്ലേ, മഹാരാജാവ് അങ്ങയെ വളരെ സന്തുഷ്ടനാകുമെന്ന് ഞങ്ങൾ പറഞ്ഞതല്ലേ. ഒന്ന് ആലോചിച്ചു നോക്കൂ. അങ്ങ് രാജാവിന് ആ സ്നേഹത്തോടെയുള്ള അടി കൊടുത്തിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം അങ്ങയെ സംശയിക്കുകയോ ഇത്രയധികം പ്രാധാന്യം നൽകാതിരിക്കുകയോ ചെയ്യുമായിരുന്നു. ആ നിഷ്കളങ്കനായ പ്രതാപ് കുട്ടികളെ പോലെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ അതെ, നിങ്ങൾ വളരെ നല്ലവരും ജ്ഞാനികളുമാണ്. നിങ്ങളുടെ ഉപദേശം ശരിക്കും എന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. നിങ്ങളുടെ ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇത് കേട്ട് അവനെ പൂർണ്ണമായും തങ്ങളുടെ വിശ്വാസത്തിലെടുത്ത ശേഷം സഭാവാസികൾ തങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് വന്നു. അവർ തങ്ങളുടെ പുതിയതും കൂടുതൽ അപകടകരവുമായ തന്ത്രം ഉപയോഗിക്കാൻ തുടങ്ങി. മറ്റൊരു ഏറ്റവും കുടിലനായ സഭാവാസി പറഞ്ഞു, ഇനി ചെറിയതും എന്നാൽ വളരെ ഫലപ്രദവുമായ മറ്റൊരു തന്ത്രമുണ്ട്. അതുവഴി അങ്ങേക്ക് രാജാവുമായി കൂടുതൽ അടുക്കാനും ഇതിലും വലിയ സമ്മാനം നേടാനും കഴിയും. അടുത്ത ദിവസം രാവിലെ രാജാവ് സദസ്സിൽ തന്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ തുടങ്ങുമ്പോൾ അങ്ങ് നിശബ്ദനായി വേഗത്തിൽ ചെന്ന് സിംഹാസനം അല്പം പിന്നോട്ട് വലിക്കുക. രാജാവ് ഇരിക്കാൻ തുടങ്ങുകയും താൻ വീഴാൻ പോവുകയാണെന്ന് അദ്ദേഹത്തിന് തോന്നുകയും ചെയ്യുമ്പോൾ സിംഹാസനത്തിനടിയിൽ ഒളിച്ചിരിക്കുന്ന ഏതെങ്കിലും പാമ്പിൽ നിന്നോ തേലിൽ നിന്നോ അല്ലെങ്കിൽ സിംഹാസനത്തിന്റെ ഒടിഞ്ഞ കാലിൽ നിന്നോ അങ്ങനെ എന്തോ ഒരു മറിഞ്ഞിരിക്കുന്ന അപകടത്തിൽ നിന്ന് അങ്ങ് അദ്ദേഹത്തെ രക്ഷിച്ചു എന്ന് അദ്ദേഹം ഉടൻ മനസ്സിലാക്കും. അങ്ങയുടെ ഈ ജാഗ്രതയിലും സ്വാമി ഭക്തിയിലും അദ്ദേഹം അത്രയധികം മതിപ്പ് തോന്നി ഇത്തവണ അങ്ങയ്ക്ക് സമ്മാനമായി രാജ്യത്തിന്റെ പകുതി പോലും ലഭിച്ചേക്കാം. ഇപ്പോൾ ഈ സഭാവാസികളിൽ അചഞ്ചലമായി വിശ്വാസം വന്നു കഴിഞ്ഞിരുന്ന ഭ്രാന്തനായ പ്രതാപ് ഇത് കേട്ട് കൂടുതൽ ആവേശഭരിതനായി. ഒന്നല്ല, രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുമെങ്കിൽ, അദ്ദേഹം സന്തുഷ്ടനാകുമെങ്കിൽ ഞാൻ 2 സിംഹാസനങ്ങൾ വേണമെങ്കിലും വലിക്കാം. നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ രാവിലെ അതുപോലെ തന്നെ ചെയ്യാം എന്ന് ഉത്സാഹത്തോടെ പറഞ്ഞു. സഭാവാസികൾ ഒരിക്കൽ കൂടി അവന്റെ തോളിൽ തട്ടി മനസ്സിൽ തങ്ങളുടെ വിജയത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി. ഇത്തവണ ഈ വിധി പിടിക്കപ്പെടുമെന്നും രാജാവിന്റെ കോപത്തിന് ഇരയാകുമെന്നും അവർക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. അടുത്ത ദിവസം രാജസദസ് കൃത്യസമയത്ത് ആരംഭിച്ചു. സഭാംഗങ്ങളും മന്ത്രിമാരും മറ്റു പ്രമുഖ വ്യക്തികളും തങ്ങളുടെ സ്ഥാനത്തിൽ ഇരുന്നു. ജാംസൻ രാജാവ് തന്റെ ഗംഭീരമായ സ്വർണം പതിച്ച സിംഹാസനത്തിൽ ഇരിക്കാനായി മുന്നോട്ട് വന്ന് അല്പം കുനിഞ്ഞപ്പോൾ ഇതിനകം സിംഹാസനത്തിനു പിന്നിൽ പതിയിരുന്ന പ്രതാപ് അവസരം നോക്കി സർവ്വശക്തിയുമെടുത്ത് സിംഹാസനം പിന്നോട്ട് വലിച്ചു. എന്നാൽ എല്ലാ ചെറിയതും വലുതുമായ സാഹചര്യങ്ങളിലും അതീവ ജാഗ്രത പുലർത്തിയിരുന്ന, ഒരുപക്ഷെ കഴിഞ്ഞ ദിവസത്തെ സംഭവത്തിനു ശേഷം കൂടുതൽ ശ്രദ്ധാലുവായിരുന്ന ജാംസൻ രാജാവ് സിംഹാസനം ഉരയുന്നതിന്റെ നേരിയ ശബ്ദവും പ്രതാപിന്റെ പ്രവൃത്തിയും പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. അദ്ദേഹം അത്ഭുതകരമായ വേഗതയോടെ സ്വയം നിയന്ത്രിച്ച് നിലത്തു വീഴാതെ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. രാജാവിന്റെ മൂർച്ചയേറിയ കണ്ണുകൾ ഉടൻ തന്നെ പ്രതാപ് വലിച്ച സിംഹാസനത്തിന്റെ കാലിൽ പതിഞ്ഞു. സിംഹാസനത്തിന്റെ ആ പ്രത്യേക കാല് ഉള്ളിൽ പൊള്ളയും പൊട്ടിയതാണെന്നും അതിലിരുന്നാൽ രാജാവ് ഗുരുതരമായി പരിക്കേൽക്കുമായിരുന്നുവെന്നും അദ്ദേഹം ശ്രദ്ധിച്ചു. ഇതൊരു സാധാരണ കാര്യമല്ലെന്നും പ്രതാപിന്റെ വിഡ്ഢിത്തം നിറഞ്ഞ പ്രവൃത്തി കാരണം ഒഴിവായത് വലിയ അപകടമാണെന്നും ആ നിമിഷം അദ്ദേഹത്തിന് മനസ്സിലായി. രാജാവ് ഇപ്പോൾ അല്പം പരിഭ്രമിച്ചു നിൽക്കുന്ന ആ നിഷ്കളങ്കനായ പ്രതാപിനെ നോക്കി മുന്നോട്ട് ചെന്ന് ഒരിക്കൽ കൂടി അവനെ തന്നെ നെഞ്ചോട് ചേർത്തണച്ചു. എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ ഉച്ചത്തിലും ഗൗരവത്തോടെയും പറഞ്ഞു, നോക്കൂ, എന്റെ പ്രിയപ്പെട്ട സഭാവാസികളെയും പ്രജകളെയും, നിങ്ങൾ എല്ലാവരും വിവേകമില്ലാത്തവൻ എന്നോ ഭ്രാന്തൻ എന്നോ കരുതുന്ന ഈ മനുഷ്യൻ എത്ര മിടുക്കനും എത്ര ജാഗ്രതയുള്ളവനും എത്ര വിവേകിയുമാണെന്ന് ഇന്ന് സിംഹാസനത്തിന്റെ ഈ പൊട്ടിയ ദുർബലമായ കാൽ ഇവൻ സമയത്ത് കണ്ടില്ലായിരുന്നുവെങ്കിൽ, അതിനെ പിന്നോട്ട് വലിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ തീർച്ചയായും നിലത്ത് വീണ് ഗുരുതരമായി പരിക്കേൽക്കുമായിരുന്നു. ഒരുപക്ഷെ എന്റെ എല്ലുകൾ പോലും ഒടിഞ്ഞേനെ. ഇവൻ ഇന്ന് ഒരിക്കൽ കൂടി എന്റെ ജീവൻ രക്ഷിച്ചു. ഇവനൊരു സാധാരണ മനുഷ്യനല്ല, ദൈവദൂതനാണ്.